മെഡിക്കൽ ടേംസ് മെയ്ഡ് ഈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യൂറേറ്റേഴ്സും ബ്ലാഡറുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂറേറ്റേഴ്സ് എന്ന് പറയുന്നത് പെയേർഡ് ആയിട്ടുള്ള ട്യൂബുകളാണ്, അല്ലെ? റൈറ്റും ലെഫ്റ്റും പെയേർഡ് ട്യൂബ്, അതായത് ഓരോ കിഡ്നിയിൽ നിന്ന് ബ്ലാഡറിലേക്ക് യൂറിൻ കൊണ്ടുപോകുന്ന ട്യൂബുകളാണ് ഇവർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് രണ്ട് കിഡ്നി ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് യൂറേറ്റേഴ്സും ആവശ്യമാണ്. റൈറ്റ് കിഡ്നിയിൽ നിന്ന് ബ്ലാഡറിലേക്ക് യൂറിൻ കൊണ്ടുപോകുന്നത് ഈ റൈറ്റ് യൂറേറ്ററും, ലെഫ്റ്റ് കിഡ്നിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് ലെഫ്റ്റ് യൂറേറ്ററും. സോ നമുക്കിവിടെ കാണാം അവരെ. ഈ രണ്ട് യൂറേറ്റേഴ്സും മസ്കുലർ ട്യൂബ്സ് എന്നാണ് അറിയപ്പെടുക. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഇൻറ്റസ്റ്റൈന്, നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെയൊക്കെ പോലെ മസ്കുലർ ട്യൂബാണ്. കാരണം ഇതിൻ്റെ ഒരു മെയിൻ ഒരു മിഡിൽ ലെയർ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി അല്ലെങ്കിൽ സ്മൂത്ത് മസിലാണ്. ഓക്കെ, നമ്മുടെ കൺട്രോളിലല്ലാതെ പ്രവർത്തിക്കുന്ന മസിൽസ് ആണ്. അവരെയാണല്ലോ നമ്മളെപ്പോഴും സ്മൂത്ത് അല്ലെങ്കിൽ ഇൻവോളണ്ടറി അല്ലെങ്കിൽ വിസറൽ മസിൽ എന്നൊക്കെ പറയുന്നത്. സോ ഈ മസിൽ കൊണ്ടാണ് പ്രധാനമായിട്ടും യൂറേറ്ററിൻ്റെ ഭിത്തികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഈ മസിൽ ലെയർ മിഡിൽ ലെയർ ആണ്. ഏറ്റവും ഉള്ളിൽ ആ യൂറിനെ ടച്ച് ചെയ്യുന്ന അകത്തെ ലെയർ ഒരു എപ്പിത്തീലിയമാണ്, ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. നമ്മൾ ഈ പൊതുവേ യൂറേറ്ററിൻ്റെയും ബ്ലാഡറിൻ്റെയും ഒക്കെ ആ ഒരു ലൈനിങ് എപ്പിത്തീലിയത്തിന് ഒരു പേരുണ്ട്, ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്ന് പറയും. ട്രാൻസിഷണൽ എപ്പിത്തീലിയം, ദാറ്റ് മീൻസ് അതിനിങ്ങനെ അതിൻ്റെ ഷേപ്പിനും ഒക്കെ അതിലുള്ള സെല്ലുകളുടെ ഷേപ്പിനും ഒക്കെ വ്യത്യാസം വരാൻ പറ്റും. പ്രത്യേകിച്ച് ഇവർക്ക് യൂറിനെ കണ്ടെയ്ൻ ചെയ്യേണ്ടതുകൊണ്ട്, അതുപോലെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടതൊക്കെ കൊണ്ട്, പ്രത്യേകിച്ച് ബ്ലാഡറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ സെല്ലുകൾക്ക് ഇങ്ങനെ ഫ്ലാറ്റ് ആവാനും സ്ട്രെച്ച് ചെയ്ത് ഫ്ലാറ്റ് ആവാനും ഒക്കെ പറ്റും. അപ്പോൾ അങ്ങനെ പല ഷേപ്പിലൊക്കെ മാറുന്നത് കൊണ്ടായിരിക്കണം ഇവരെ യൂറേറ്ററിൻ്റെ ലൈനിങ് എപ്പിത്തീലിയം ആയാലും ബ്ലാഡറിൻ്റെ എപ്പിത്തീലിയം ആയാലും നമ്മൾ അവരെ ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്നാണ് വിളിക്കുക, യൂറോത്തീലിയം എന്നും പറയും. ഓക്കെ, സോ യൂറേറ്ററുകളുടെ ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ട്രാൻസിഷണൽ സെൽ ലെയറാണ്. പുറത്ത് നമ്മളിപ്പോൾ പറഞ്ഞ മിഡിൽ ലെയർ എന്ന് പറയുന്നത് മസിൽ ലെയർ ആണ്. ഈ മസിൽ ലെയറാണ് ശരിക്കും യൂറിനെ ബ്ലാഡറിലേക്ക് എത്തിക്കാൻ. പെരിസ്റ്റാൾസിസ് ഉണ്ട് ഇവിടെയും. പെരിസ്റ്റാൾസിസ് നമ്മളിപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുണ്ടെന്ന് പറയില്ലേ. പെരിസ്റ്റാൾസിസ് മീൻസ് ഒരു വേവ് ഓഫ് കൺട്രാക്ഷൻ ആണ്. ഇങ്ങനെ യൂറിനെ ആയാലും ഇപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലെ ഫുഡിനെ ആയാലും ഇങ്ങനെ പുഷ് ചെയ്യുന്ന, താഴേക്ക് പുഷ് ചെയ്യുന്ന ആ ഒരു വേവ് ഓഫ് കൺട്രാക്ഷനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. സോ ഇതേ അവിടെ ഇൻറ്റസ്റ്റൈനിലുള്ള ആ പെരിസ്റ്റാൾട്ടിക് വേവ്സ് പോലെ തന്നെ ഇവിടെയും ഈ സ്മൂത്ത് മസിൽ, യൂറേറ്ററിൻ്റെ ഭിത്തിയിലുള്ള ആ സ്മൂത്ത് മസിൽസ് ചുരുങ്ങിയിട്ടാണ് ഈ പെരിസ്റ്റാൾട്ടിക് വേവ്സ് ഉണ്ടാവുകയും യൂറേറ്ററുകൾ ബ്ലാഡറിലേക്ക് യൂറിനെ എത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മിഡിൽ ലെയറാണ് നമ്മുടെ മസിൽ ലെയർ. ഏറ്റവും പുറത്തുള്ളത് ഒരു ജസ്റ്റ് ഒരു അഡ്വൻറ്റീഷ്യ എന്ന് പറയും, ഒരു ഫൈബ്രസ് കോട്ടിങ്, ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ്. അപ്പം ഇങ്ങനെ 3 ലെയറുള്ള ഭിത്തിയാണ് യൂറേറ്ററുകൾക്ക്. അതിൽ പ്രത്യേകിച്ച് മിഡിൽ ലെയറാണ് അതിൻ്റെ പെരിസ്റ്റാൾസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കാണാം യൂറേറ്ററിന് 2 ഓപ്പണിങ്സ് ഉണ്ട്, അല്ലേ? അതായത് ഇതിൻ്റെ തുടക്കം, ബിഗിനിങ് പാർട്ട് എന്ന് പറയുന്നത് പെൽവിസ്, നമുക്കറിയാലോ, റീനൽ പെൽവിസിൻ്റെ അവിടെ നിന്നാണ് യൂറേറ്ററുകൾ തുടങ്ങുക. സോ ദിസ് ജംഗ്ഷൻ ഇസ് കോൾഡ് ദ പെൽവി യൂറേറ്ററൽ ജംഗ്ഷൻ. പെൽവി യൂറേറ്ററൽ ജംഗ്ഷൻ, ദ ജംഗ്ഷൻ ഓഫ് ദ റീനൽ പെൽവിസ് ആൻഡ് ദ യൂറേറ്റർ. യൂറേറ്റർ തുടങ്ങുന്നത് അവിടെയാണ്, പെൽവി യൂറേറ്ററൽ ജംഗ്ഷൻ. ഇനി മറ്റേ അറ്റം, താഴത്തെ അറ്റം, ഡിസ്റ്റൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ബ്ലാഡറിലാണ്. സോ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് വെസൈക്കോ യൂറേറ്ററൽ അല്ലെങ്കിൽ യൂറേറ്ററോ വെസൈക്കൽ. വെസൈക്കോ എന്ന് പറയുന്ന ബ്ലാഡറിനെ പറ്റിയാണ് എപ്പോഴും. ഓക്കെ, വെസൈക്കൽ. സോ ദ യൂറേറ്ററോ വെസൈക്കൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ ആ ജംഗ്ഷനാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓരോ യൂറേറ്ററും ബ്ലാഡറിൻ്റെ പുറകിൽ കൂടി മുകളിലെത്തി പിന്നെ പുറകിൽ കൂടി വന്ന് ബ്ലാഡറിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ തുറക്കുന്നു. സോ ദീസ് 2 ആർ കോൾഡ് ദ വെസൈക്കോ യൂറേറ്ററൽ ജംഗ്ഷൻസ്. അപ്പം അങ്ങനെ 2 ഓപ്പണിങ്സ് ആണ്. പ്രോക്സിമൽ ഓപ്പണിംഗ് പെൽവിസിന് അവിടെ, ഡിസ്റ്റൽ ഓപ്പണിംഗ് ഈസ് അറ്റ് ദ ബ്ലാഡർ. അപ്പോൾ അങ്ങനെയാണ് ഇവർ യൂറിൻ ബ്ലാഡറിൽ എത്തിക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് യൂറേറ്ററുകളെ പറ്റി. നമുക്കിനി ബ്ലാഡറും കൂടെ നോക്കാം. യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത് നമ്മുടെ പെൽവിക് ക്യാവിറ്റി, അതായത് അബ്ഡോമൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമായിട്ടുള്ള പെൽവിക് ക്യാവിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഓർഗനാണ്. മെയിൽസിൽ ഇത് രക്തത്തിൻ്റെ ഒക്കെ മുന്നിലായിട്ട് വരുന്ന ഒരു ഓർഗൻ. നമ്മൾ പിബിക് ബോൺ എന്ന് പറയും. പെൽവിസിൻ്റെ മുൻഭാഗത്ത് വരുന്ന ബോണാണ് പിബിസ് എന്ന് പറയും. സോ പിബിക് ബോണിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇരിക്കുന്ന ഒരു ഓർഗൻ, രക്തത്തിൻ്റെ മുന്നിലും. ഫീമെയിൽസിലാണെങ്കിൽ ഇവർ യൂട്രസിൻ്റെയും കൂടെ മുന്നിലായിട്ട്, റെക്റ്റം, പിന്നെ യൂട്രസ്, പിന്നെ ബ്ലാഡർ, ആ ഒരു ഓർഡറിലാണ് ഫീമെയിൽ പെൽവിക് ക്യാവിറ്റിയിൽ ഉണ്ടാവുക.
യൂട്രസും കൂടി ഇടയ്ക്ക് വരുന്നത് കൊണ്ട് റെക്റ്റത്തിനും ബ്ലാഡറിനും ഇടയിൽ മധ്യത്തിലാണ് യൂട്രസിൻ്റെ സ്ഥാനം. സോ യൂട്രസിൻ്റെ മുന്നിലായിട്ടാണ് ഫീമെയിൽസിൽ ബ്ലാഡർ ഉണ്ടാവുക. ഓക്കെ, മെയിൽസിൽ യൂട്രസ് ഇല്ലല്ലോ, സോ റെക്റ്റത്തിൻ്റെ മുന്നിലായിട്ട് ബ്ലാഡറും വരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ പെൽവിക് ക്യാവിറ്റിയിൽ ഇരിക്കുന്ന ഒരു മസ്കുലർ സാക്ക്, ഒരു മസിൽ സാക്ക്. കാരണം ഈ ബ്ലാഡറിൻ്റെയും ഭിത്തി എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു സ്മൂത്ത് മസിലാണ്, ഒരു ഇൻവോളണ്ടറി, നമ്മൾ യൂരറ്ററിലുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻവോളണ്ടറി മസിലാണ് ബ്ലാഡറിൻ്റെയും ഭിത്തിയിൽ. ഏറ്റവും അകത്തുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസിഷണൽ എപ്പിത്തീലിയമാണ്. അതാണ് ബ്ലാഡറിനെ എന്താ പറയുക സ്ട്രെച്ച് ചെയ്ത് യൂറിനെ അക്കോമഡേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത്, എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട് അതിന്. എക്സ്പാൻഡ് ചെയ്യാനും പറ്റും, അതുപോലെ യൂറിൻ പോയി കഴിയുമ്പോൾ അതിനെ ചുരുങ്ങി കൊളാപ്സ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ എക്സ്പാൻഷൻ ആൻഡ് കൊളാപ്സിനെ സഹായിക്കുന്നത് അതിൻ്റെ ഒരു ട്രാൻസിഷണൽ എപ്പിത്തീലിയമാണ്. അതുകൂടാതെ അതിൻ്റെ ഭിത്തിയിലുള്ള ഈ എപ്പിത്തീലിയത്തിന് പുറത്ത് വരുന്ന മിഡിൽ ലെയർ ആയിട്ട് വരുന്നത് ഒരു ഇൻവോളണ്ടറി മസിലാണ്. അതിനൊരു പ്രത്യേക പേര് തന്നെയുണ്ട്, ഡെട്രൂസർ മസിൽ എന്ന് പറയും. ഓക്കെ, DETRUSOR, ഡെട്രൂസർ മസിൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്മൂത്ത് മസിൽ തന്നെയാണ്. പക്ഷെ അതാണ് ബ്ലാഡറിനെ ഫില്ല് ചെയ്യുന്ന, യൂറിൻ കൊണ്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിനെ സ്ട്രെച്ച് ചെയ്യാനും അതേപോലെ യൂറിൻ താഴേക്ക് യുറേത്രയിലേക്ക് ഒഴുകുന്ന സമയത്ത് അത് ചുരുങ്ങി, ബ്ലാഡറിൻ്റെ ഭിത്തി ചുരുങ്ങി യൂറിനെ പുറന്തള്ളാനും ഒക്കെ സഹായിക്കുന്നത് ഈ മിഡിൽ ലെയർ ആയിട്ട് വരുന്ന ഈ സ്മൂത്ത് മസിലാണ്. അതിൻ്റെ പേരാണ് ഈ ഡെട്രൂസർ എന്ന് പറയും. ഓക്കെ, പിന്നെ ബ്ലാഡറിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് നമ്മൾ എന്താ പറയുക, ഇതൊരു ആപ്പെക്സ് എന്ന് പറയാം, മുകൾ ഭാഗം ആപ്പെക്സ്. പിന്നെ അതുകൂടാതെ ഇതിനൊരു ബേസ് ഉണ്ട്. ഓക്കെ, ബേസ് ആക്ച്വലി ഇറ്റ് ഇസ് കോൾഡ് ട്രൈഗോൺ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഷേപ്ഡ് ഒരു ബേസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിനെ ട്രൈഗോൺ എന്ന് പറയുന്നത് കാരണം ഇറ്റ്സ് ലൈക്ക് എ ട്രയാങ്കിൾ, ലുക്സ് ലൈക്ക് എ ട്രയാങ്കിൾ. അതായത് ശരിക്കും ഇത് ഒരു എന്താ പറയുക, ഒരു ഫോംഡ് ബിറ്റ്വീൻ ദ 3 ഓപ്പണിങ്സ് എന്ന് പറയാം. കണ്ടോ, ഈ ട്രൈഗോൺ ട്രയാങ്കിളിൻ്റെ മുകളിലെ അറ്റങ്ങൾ, ആ മുകളിലത്തെ കോർണേഴ്സിലാണ് ശരിക്കും നമ്മുടെ യുറേറ്ററുകൾ വന്ന് ഓപ്പൺ ചെയ്യുക. താഴത്തെ അറ്റത്തു നിന്നാണ് യുറേത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എന്താ ഒരു ആപ്പെക്സ് താഴേക്കുള്ള ഒരു ട്രയാങ്കിൾ പോലെയാണ് ഇരിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ആ ഒരു ബ്ലാഡറിൻ്റെ ആ ഒരു ബേസ് ഭാഗത്തിനെ, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ബേസിനെയാണ് നമ്മളെപ്പോഴും ട്രൈഗോൺ ഓഫ് ബ്ലാഡർ എന്ന് പറയും. ഓക്കെ, ആ ട്രൈഗോണിൻ്റെ മുകളിലത്തെ കോർണേഴ്സിൽ യുറേറ്ററുകളുടെ ഓപ്പണിംഗ് വരും, താഴത്തെ അവിടെ നിന്നാണ് യുറേത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ട്രൈഗോൺ, ഒരു ബേസ് ഓഫ് ദ ബ്ലാഡർ ഇസ് ലൈക്ക് എ ട്രയാങ്കിൾ വിച്ച് ഇസ് കോൾഡ് ദ ട്രൈഗോൺ. ഓക്കെ, പിന്നെ അഗെയിൻ ബ്ലാഡറിൻ്റെ ഫങ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് യൂറിനെ ഒരു ടെമ്പററിലി കളക്ട് ചെയ്യുക, ടെമ്പററിലി അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. സോ നമുക്ക് ഒരു ബ്ലാഡർ ഫുള്ളായി എന്നുള്ള ഒരു ഫീലിംഗ് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, യൂറിനേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതർവൈസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂറിൻ ഫ്ലോ ചെയ്യേണ്ടി വരും. അതിന് പകരമായിട്ട് ഒരു കുറച്ച് സമയത്തേക്ക് അല്ലെ ബ്ലാഡർ ഫുള്ളാകുന്ന, ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി ഫുള്ളാകുന്നത് വരെ ഏതാണ്ട് 500 ml ഒക്കെയാണ് ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ അത്രയും നമുക്ക് യൂറിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം, എന്നതിനുള്ളിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അതാണ് ഒരു ബ്ലാഡറിൻ്റെ ഒരു പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ മറ്റൊരു പ്രധാന കാര്യം, യൂറിനറി ബ്ലാഡറിൻ്റെ താഴെ 2 വാൽവുകളുണ്ട്. നമ്മൾ സ്ഫിങ്ക്റ്റേഴ്സ് എന്ന് പറയും, മസിൽസ് കൊണ്ടുള്ള ഒരു വാൽവ്, അതാണ് നമ്മൾ സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്നത്. സോ 2 സ്ഫിങ്ക്റ്റേഴ്സ് ആണുള്ളത്. ഒരു ഇന്റേണൽ സ്ഫിങ്ക്റ്റർ, ജസ്റ്റ് നമ്മൾ ആ യുറേത്ര ബ്ലാഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തുള്ളതാണ് ഇന്റേണൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയും. അത് ശരിക്കും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സ്മൂത്ത് മസിൽ തന്നെയാണ്, വിസറൽ ഇൻവോളണ്ടറി മസിലാണ്. അതാണ് ശരിക്കും ബ്ലാഡറിൽ നിന്ന് യൂറിൻ ലീക്ക് ചെയ്യാതെ ടൈറ്റായിട്ട് അതിനെ പിടിച്ചു വയ്ക്കുന്നത്. എന്നാൽ ഈ ഇന്റേണൽ സ്ഫിങ്ക്റ്ററിന് താഴെയായിട്ട് ഒരു എക്സ്റ്റേണൽ സ്ഫിങ്ക്റ്ററും കൂടിയുണ്ട്. അത് ശരിക്കും നമ്മുടെ വോളണ്ടറി, നമ്മുടെ ബോണിലൊക്കെ അറ്റാച്ചിരിക്കുന്ന പോലത്തെ സ്കെലിറ്റൽ മസിൽ പോലത്തെ ഒരു മസിലാണ്, വോളണ്ടറി ആണത്. സോ അതാണ് നമ്മൾ റിലീസ് ചെയ്യുന്നതും അതേപോലെ യൂറിൻ പുറത്തേക്ക് ഒഴുകാനായിട്ട് അനുവദിക്കുന്നതും. അങ്ങനെ 2 സ്ഫിങ്ക്റ്റേഴ്സ് വഴിയാണ് ബ്ലാഡറിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു കൺട്രോൾ ഓവർ ദ പാസേജ് ഓഫ് യൂറിൻ എന്ന് പറയുന്ന കാര്യം സാധ്യമാവുന്നത്. ഒരു ഇന്റേണൽ സ്ഫിങ്ക്റ്ററും ഒരു എക്സ്റ്റേണൽ സ്ഫിങ്ക്റ്ററും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ബ്ലാഡർ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ യുറേത്രയെ പറ്റി പറയാം. കാരണം യുറേത്ര കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ബിക്കോസ് യുറേത്ര കുറച്ച് മെയിൽ ആൻഡ് ഫീമെയിലിൽ കുറച്ച് വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. സോ അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.